ശരിക്കും പറയുകയാണെങ്കിൽ ഇപ്പോഴൊന്നും ഒരു വീഡിയോ എടുക്കാനൊന്നുമുള്ളൊരു സാഹചര്യത്തിലൊന്നും അല്ല. ഓരോരുത്തർ പറയേണ്ടതായിട്ടുണ്ടാവും. കാരണം പോലും നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാകുമല്ലോ. അപ്പോൾ ഓൽക്ക് അറിയാൻ താല്പര്യം ഉണ്ടാവും, ഇത് പറയാനുള്ള കടമ നമുക്കും ഉണ്ടാവും. അപ്പോൾ ഓൽക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഈ കാര്യം പറയുന്നത്. ഇപ്പോൾ ലേബർ റൂമിൻ്റെ ഫ്രണ്ടിൽ ഞാൻ നിൽക്കുക. കുറേ ആൾക്കാർ കുട്ടികളായിട്ട് ഞാൻ കുറേ ആൾക്കാർ വരുന്നുണ്ട്. ബാക്കിയുള്ള ആൾക്കാർ പ്രസവിച്ച കുട്ടിനെയായിട്ട് പ്രസവിച്ചിട്ട് മുട്ടായൊക്കെ ആയിട്ട് കൊണ്ടു തരിക. ഞാൻ ശരിക്കും പറയുകയാണെങ്കിൽ ഒരു മയ്യത്ത് വാങ്ങാൻ വേണ്ടി നിൽക്കുക. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ചാൽ, ഞാൻ ഈ ഷെമിയുടെ, അതായത് നമ്മുടെ ടി ഫാമിലിയിലെ ഷെമിയുടെയും ഷെഫിയുടെയും ഒരു വീഡിയോ കണ്ടു. അപ്പോൾ അവരുടെ കുഞ്ഞ് മരിച്ചത് അങ്ങനെയൊക്കെയുള്ള വീഡിയോസും അതുപോലെ തന്നെ ഒരുപാട് പേര് റിയാക്ഷൻ വീഡിയോസും കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്കെന്തോ നിങ്ങൾ ആദ്യം കണ്ട ആ വീഡിയോ കണ്ടപ്പോൾ ഒരുപാട് സങ്കടം തോന്നി. നമ്മളൊരു മാതാവെന്ന നിലയിൽ ഞാനും ഒരുപാട് ആഗ്രഹിച്ച് ലേബർ റൂമിൻ്റെ വാതിലിൽ അതുപോലെ തന്നെ എൻ്റെ വീട്ടുകാരും ഒക്കെ നിൽക്കുന്ന സമയം എനിക്ക് 2 ഇരട്ട കുഞ്ഞുങ്ങളാണ്. പെട്ടെന്ന് എല്ലാവരും നമ്മുടെ പേര് വിളിച്ച് പറയുമല്ലോ, ഇന്ന ആൾക്ക് ഇരട്ട കുഞ്ഞുങ്ങളായതുകൊണ്ട് ആണോ പെണ്ണോ അല്ലേ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയണമല്ലോ. എൻ്റേത് പക്ഷേ ആ കേസിൽ അങ്ങനെയല്ല. പെട്ടെന്ന് എല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. 1 മണിക്കൂർ കഴിഞ്ഞിട്ടൊന്നും ഒരറിവുമില്ല. പെട്ടെന്ന് നൗഫിയയുടെ ഹസ്ബൻഡ് ഉള്ളിലേക്ക് കയറി വരാനാണ് പറഞ്ഞ്. അപ്പോൾ എനിക്ക് ടെൻസ് ആയതുകൊണ്ടും പിന്നെ പ്രീമച്ചർ ബേബി, അതായത് മാസം തികയാത്ത കുഞ്ഞുങ്ങളായതുകൊണ്ട് പെട്ടെന്ന് കുഞ്ഞ് ജനിച്ചപ്പോൾ ഒരു കുഞ്ഞ് കരഞ്ഞില്ല, പിന്നെ ഒരു കുഞ്ഞിന് ഭയങ്കരമായിട്ട് ശ്വാസം മുട്ടൽ. അപ്പം ഡോക്ടേഴ്സിനെ പേടിച്ച് പോയി. അവർ നോക്കിയപ്പോൾ ലെൻസിന് എന്തോ പ്രശ്നമുണ്ട്. അങ്ങനത്തെ ഒരു രീതിയിലാണ് ഹസ്ബൻഡിനോട് സംസാരിച്ച്. അതുപോലെ തന്നെ വീട്ടുകാരെയോ ഫാമിലിയിലുള്ളവരെ ആരെയും കുഞ്ഞിനെ കാണിക്കാതെ പെട്ടെന്ന് തന്നെ അവർ കുഞ്ഞിനെ NICയിലേക്ക് മാറ്റുകയാണ്. ആരെയും ഒന്ന് കാണിക്കുക. നമ്മൾ ഈ കുഞ്ഞ് ജനിച്ച് കഴിയുമ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും ചെയ്യിപ്പിക്കാതെ നേരെ അവർ NICയിലേക്കാണ് മാറ്റിയത്. അപ്പം നമുക്കറിയാം അവിടെ ഇരുന്ന് അനുഭവിച്ച വേദനയും നമ്മുടെ കുഞ്ഞിനെ ഒരു നോക്ക് കാണാൻ പറ്റാത്തത്. അതുപോലെ ഒരു അമ്മയെന്ന നിലയ്ക്ക് നമ്മുടെ ബോധം വന്നു കഴിയുമ്പോൾ നമ്മുടെ കുഞ്ഞ് എന്ത് ചെയ്യുന്നു നോക്കുമ്പോൾ എനിക്കൊരു 5 ദിവസം കഴിഞ്ഞിട്ടാണ് എൻ്റെ ഒരു കുഞ്ഞിനെ കിട്ടിയത്, ഒന്നിന് 7 ദിവസം കഴിഞ്ഞിട്ട്. അപ്പോൾ അത്രയും ദിവസം നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ കാണാതെ നമുക്ക് ഭയങ്കര ആഗ്രഹമാണ്. നമ്മൾ 9 മാസം കാത്തിരുന്ന് നമ്മുടെ കുഞ്ഞിനെ ഒന്ന് കയ്യിൽ കിട്ടാതെ അങ്ങനെ അതുങ്ങൾക്ക് വയ്യ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ അറിയുമ്പോൾ നമുക്ക് താങ്ങാൻ പറ്റത്തില്ല. അപ്പോൾ ആ ഒരു അവസ്ഥയിലാണ് ഇന്ന് ടി ഫാമിലിയിലെ ഷെമിയും ഷെഫിയും കടന്നു പോകുന്നത്. ശരിയാണ്, അവരൊരു ലേബർ റൂമിൻ്റെ വാതിലിൽ കുഞ്ഞിനെ ഏൽക്കാൻ നിൽക്കുമ്പോൾ പലരും മിഠായി ആയിട്ടും അതുപോലെ തന്നെ ഭയങ്കര സന്തോഷത്തോടെ നിൽക്കുമ്പോഴും തൻ്റെ കുഞ്ഞ് മരിച്ചു എന്ന് കേൾക്കുമ്പോൾ ഒരിക്കലും ആ മാതാപിതാക്കൾക്ക് സഹിക്കാൻ പറ്റത്തില്ല. എനിക്ക് അവരുടെ അവസ്ഥ കണ്ടിട്ട് വളരെ സങ്കടം തോന്നി. കാരണം നമ്മളും മാതാപിതാക്കളാണ്. നമുക്കറിയാം ഒരു കുഞ്ഞിനെ ഒരു ജന്മം നൽകുമ്പോൾ അത് ജനിക്കുന്നിടം വരെയുള്ള ടെൻഷനും അത് ജനിച്ച് കഴിഞ്ഞിട്ട് അതിനെ ഒരു പരുവമാക്കുന്നിടം വരെയുള്ള ടെൻഷനും കാര്യങ്ങളും ഒക്കെ നമുക്കറിയാം. എത്ര ത്യാഗം സഹിച്ചാലും നമ്മുടെ മക്കളെ കാണുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര സന്തോഷമായിരിക്കും. അവരുടെ ആ കളിയും ചിരിയും എല്ലാം കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. നമ്മുടെ എല്ലാ ടെൻഷനുകളും മറക്കുന്നത് നമ്മുടെ മക്കളിലൂടെ ആയിരിക്കും. കാരണം അവരുടെ ആ കളിയും ചിരിയും, ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ടെൻസ് ആയതുകൊണ്ട് അതുങ്ങളുടെ ഓരോ കളിയും ചിരിയും കാണുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കളിയും ചിരിയും കാണുമ്പോൾ ഉണ്ടല്ലോ മനസ്സ് വല്ലാതെ സന്തോഷിക്കുക. അപ്പം നമ്മൾ നമ്മുടെ ദൈവത്തിനോട് ഒരുപാട് സ്തുതി പറയും. അപ്പോൾ അതുപോലാണ് അവർ ഒരു കുഞ്ഞിനെ കാത്തിരുന്നത്. ലാസ്റ്റ് അത് നമ്മുടെ കയ്യിലില്ല, നമ്മുടെ കുഞ്ഞ് നമ്മുടെ ഈ ലോകത്തില്ല എന്നറിയുമ്പോൾ ഉണ്ടല്ലോ നമുക്കത് താങ്ങാൻ പറ്റത്തില്ല. അത് മാതാപിതാക്കളുടെ ഒരു വേദന തന്നെയാണ്. നമുക്ക് കണ്ട് നിൽക്കുന്നവർക്ക് പോലും സഹിക്കത്തില്ല. എനിക്ക് ആ വാക്കുകൾ കേട്ടപ്പോൾ ഒരുപാട് സങ്കടം തോന്നി.